അശ്വിൻ ഡിയാഗോയും ദീപക് മലയമ്മയും നൽകും വിവരങ്ങൾ. അശ്വിൻ, വലിയ പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഡിവൈഎഫ്ഐ ദൂരദർശന്റെ സ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നതൊക്കെ കണ്ടു. പ്രതിപക്ഷ നേതാവും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഒരേ സ്വരത്തിൽ തന്നെ ദ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. കേരളത്തിൽ എന്നാൽ വി മുരളീധരൻ ഇതിൽ വലിയ ന്യായീകരണമാണ് നടത്തുന്നത്. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഈ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് തീവ്രവാദികളോട് കൂട്ടുപിടിക്കുന്നതെന്നൊക്കെ രീതിയിലുള്ള ആരോപണമാണ് അദ്ദേഹവും ഉയർത്തുന്നത്. നമുക്കറിയാം, ഈ സിനിമ റിലീസ് മുതൽ ഏറെ വിവാദമായിരുന്നു. കാരണം 32,000-ഓളം വനിതകൾ കേരളത്തിൽ നിന്നും മതം മാറി ഭീകര സംഘടനയിലെത്തി എന്ന തരത്തിലുള്ള രീതിയിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ സിനിമയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് സംസ്ഥാനം വലിയ രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് സിനിമ പ്രദർശിപ്പിക്കുകയും മാത്രമല്ല തിയേറ്ററുകളിൽ എത്തുകയും മാത്രമല്ല OTT-യിൽ വരെ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം ഈ ഒരു സമയത്ത് ഈ സിനിമ വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഇന്ന് രാത്രി 8 മണിക്കാണ് സിനിമയുടെ പ്രദർശനം ദൂരദർശനിൽ ഉണ്ടാവുക. ഇതിനു പിന്നാലെ രാഷ്ട്രീയ രംഗത്തു നിന്നും പലരും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കരുത്, ദൂരദർശൻ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. VD സതീശൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. നഗ്നമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് രാത്രി തന്നെ ഈ സിനിമ 8 മണിയോടുകൂടി തന്നെ സിനിമ പ്രദർശിപ്പിക്കാനാണ് ദൂരദർശന്റെ ഒരു തീരുമാനം. മാത്രമല്ല, വിവിധ സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. യുവജന സംഘടനയായ DYFI ഇന്ന് തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിലുള്ള ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ അവർ പ്രധാനമായും ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്: സിനിമയുടെ പ്രദർശനം അനുവദിക്കരുത്, ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ദൂരദർശൻ മാറണം, ഇത് അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും തറവാട് സ്വത്തല്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും DYFI ആരോപിച്ചിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് അവിടെ പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും നേരിയ രീതിയിൽ ഒരു സംഘർഷവും ഉണ്ടായി. പക്ഷേ പ്രധാന ഗേറ്റിന് മുന്നിൽ വരെ ഈ DYFI പ്രവർത്തകർ ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ദീപക് മലയമ്മ കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, നമുക്കറിയാം ഈ സിനിമയുടെ അന്ന് ടീസറൊക്കെ പുറത്തു വന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇനിയിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. ദൂരദർശൻ എന്നാൽ സംഘദർശനായി മാറി എന്നത്. അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് DYFI ഒപ്പം CPM ഒക്കെ നീങ്ങുന്നു. അതിൽ UDF-നും ഇക്കാര്യത്തിൽ മറ്റൊരു സ്വരമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിനീത, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ കേവലം 20 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ദൂരദർശനിലൂടെ തന്നെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം വരികയും ചെയ്യുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ UDF-ന്റെയും LDF-ന്റെയും ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, പല ഘട്ടത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ആ ചർച്ചകളൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് NDA അല്ലെങ്കിൽ BJP വിഷയത്തെ എതിരിടുകയും ചെയ്യുന്നത്. ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രധാനമായും പറഞ്ഞത് ദൂരദർശൻ എന്നുള്ളത് സംഘദർശൻ ആയി മാറി എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുമ്പോൾ MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് കലാമൂല്യമുള്ള ചിത്രം പോലുമല്ല, എന്നിട്ടും അത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രദർശിപ്പിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പ്രദർശിപ്പിക്കുന്നത് ചട്ടലംഘനമാണ് എന്നുകൂടി പറയുകയും ചെയ്തു. അതേസമയം തന്നെ VD സതീശൻ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ BJP കൃത്യമായി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ്. വി മുരളീധരൻ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിയുള്ള വിഷയമാണ്, ഏതെങ്കിലും തരത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായി ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് എന്നുള്ള നിലയ്ക്ക് വി മുരളീധരൻ ആ വിഷയത്തെ സമീപിക്കുന്നു. അതേസമയം തന്നെ K സുരേന്ദ്രന്റെ പ്രതികരണവും ഇന്ന് വയനാട്ടിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. ആ സമയത്ത് K സുരേന്ദ്രൻ പറയുന്നത് നേരത്തെ ക്രിസ്തീയ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾ ഉന്നയിക്കുന്ന കക്കുകളി എന്ന് പറയുന്ന നാടകം വന്ന ഘട്ടത്തിൽ കൃത്യമായി ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കലാമൂല്യവും കാര്യങ്ങളും ഒക്കെ കലാ ആവിഷ്കാരമാണ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് മുൻനിർത്തി മുഖ്യമന്ത്രി അടക്കം രംഗത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇത് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് LDF-ന്റെയും UDF-ന്റെയും ഭാഗത്ത് നിന്ന് എന്ന് BJP ആരോപിക്കുന്നു. അതേസമയം തന്നെ UDF-ഉം LDF-ഉം കൃത്യമായി ഇത് സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ കാര്യത്തിൽ വിവാദം ഇനിയും
ഇനിയും കൊഴുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഹൈന്ദവരൊക്കെ ഈ ചിത്രം കാണണം എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമെന്ന അർത്ഥത്തിൽ തന്നെ കൂടുതൽ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും കൊഴുക്കുകയും ചെയ്യും. വിനീത, ശരി, ഏതായാലും ഇന്ന് രാത്രി 8 മണിക്കാണ് ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് UDF-ഉം ഒപ്പം CPM-ഉം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സംപ്രേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദൂരദർശന്റെ തീരുമാനമെന്ന് അറിയാൻ കഴിയുന്നു. അഷിൻ ഡിയാഗോയും ദീപക് മലയമ്മയുമാണ് വിവരങ്ങൾ നൽകിയത്.